പടം തുടങ്ങുന്നത് ഒരു കാളവണ്ടി കാണിച്ചാണ്. കാളവണ്ടിക്കകത്താണ് നമ്മുടെ നായകൻ ഉണ്ണി ഇരിക്കുന്നത്. ടൂരൂരു ടുട്ടു, ടുരുരു ടുട്ടൂരൂരു. അയ്യോ, ഈ ഉണ്ണിയല്ല, ആള് മാറിപ്പോയി. ദേ, ഈ കക്ഷിയാണ് നമ്മുടെ നായകൻ ഉണ്ണി. അപ്പോൾ ഈ ഉണ്ണി പഠിത്തം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഈ കാളവണ്ടിക്കാരനോട് കുശലമൊക്കെ പറഞ്ഞ് യാത്ര ചെയ്ത് ഉണ്ണി അങ്ങനെ വീട്ടിലെത്തുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഉണ്ണിയുടെ അച്ഛൻ. പുള്ളിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്കറിയാം നിനക്ക് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുമുള്ള അറിവായിട്ടുണ്ട്. പുണ്യജന്മങ്ങൾക്ക് ലഭിക്കുന്ന പൂർവജന്മ സാഫല്യമാണ് നന്മകളുടെ വിളനിലമായ സർവജ്ഞനായ നമ്മുടെ മകൻ. പിന്നെ ദേവ്ജിയുടെ തള്ളു കഴിഞ്ഞ് ഉണ്ണി എഴുതാൻ തുടങ്ങും. ആളുകൾക്ക് മാറ്റമില്ല, പഴയ യക്ഷിക്കഥയ്ക്കും. കേൾക്കുന്തോറും കൂടുതൽ അറിയാൻ താല്പര്യം തോന്നുന്നു. യക്ഷി, മുത്തശ്ശിക്കഥയിലെ കന്യകയുടെ ആത്മാവ്. യക്ഷി യക്ഷി. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം, ഇതെന്തോന്ന് ലേലം വിളിക്കണത്? യക്ഷി യക്ഷി. അപ്പോൾ ഇത് ഇവിടെ വെച്ച് അങ്ങ് കട്ടാവും. നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇനി യക്ഷിയെ കാണിക്കാൻ പോവാണെന്ന്, അല്ലേ? ഇത് കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് പിള്ളേരെ കാണിക്കും. യക്ഷി, അതാണ് നമ്മുടെ ടോപ്പിക്. ഈ ബുക്ക് കയ്യിൽ വെച്ചിരിക്കുന്നവനാണ് ഈ ഗ്രൂപ്പിലെ മെയിൻ. ഇവൻ്റെ പേരാണ് വിശ്വ. നമ്മൾ നേരത്തെ പറഞ്ഞ ഉണ്ണിയില്ലേ, ഉണ്ണി ഇവൻ്റെ ഒരു മുതുമുത്തച്ഛനായിട്ട് വരും. ഇവൻ ഇത്രയും വായിച്ചു നോക്കിയിട്ട് ഇത് സിനിമയാക്കാമെന്ന് പറയും. പക്ഷേ ഇവൻ്റെ കൂടെയുള്ളവന്മാരിൽ ചിലർ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങും. എടാ, നീ ഡയറി കണ്ടോ? ഇതെന്റെ മുതുമുത്തശ്ശൻ്റെയാ. അങ്ങനെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ കഴിഞ്ഞ് ബാക്കി കഥ കാണിക്കും. കാവിൽ വിളക്ക് കത്തിക്കാൻ പോയ ഉണ്ണി അവിടെ വെച്ചൊരു കാഴ്ച കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉണ്ണി യക്ഷിയെക്കുറിച്ച് ആ ബുക്കിൽ എന്തൊക്കെയോ എഴുതാൻ തുടങ്ങും. അപ്പം പെട്ടെന്ന് കാറ്റ് വീശി പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു. ഒന്നും നോക്കാതെ ഉണ്ണി പുറത്തേക്ക് ഓടിച്ചെന്നു. യക്ഷി ഉണ്ണിക്ക് പിടികൊടുക്കാതെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ പിറകെ ഓടി 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 ഉണ്ണി യക്ഷിയുടെ അടുത്തെത്തും. ആഹാ, ലൈറ്റൊക്കെ അങ്ങ് അടിച്ചു കയറ്റി വച്ചേക്കുവാണല്ലോ. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. നിനക്കായി മാത്രം. കണ്ടിട്ടാണെങ്കിൽ കുറച്ച് നേരെ ആയി കാണുള്ളൂ. ഇതാരാണ് എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് ഉണ്ണി അങ്ങ് കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. നീ ഏതാ പെണ്ണെ? ഈ നാട്ടിൽ പുതിയതാ? ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ഓ, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. എന്നെ തമ്പ്രാൻകുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇപ്പൊ കണ്ടില്ലേ? പിന്നെന്താ? തമ്പ്രാൻകുട്ടി, ആ വിളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും എൻ്റെ കൺവട്ടത്ത് പെടാതെ ഇത്രയും സുന്ദരിയായ പെണ്ണെങ്ങനെയാ ഈ അമ്മങ്കാവിൽ? അത്ര എളുപ്പമല്ല എന്നെ കാണാനെന്ന് കൂട്ടിക്കോ. എന്നെ കണ്ടവരാരും പിന്നെ അതിന് സാക്ഷ്യം പറയാനുണ്ടായിട്ടുമില്ല. അതെന്താ, നീ വല്ല ലക്ഷ്യമാണോ? അതെ, അത് ഞാൻ തന്നെയാ. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പറഞ്ഞില്ലേ ഞാൻ, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആയില്യം നാളിൽ ഗന്ധർവയാമത്തിൽ ജനിച്ച നീ ഈ നാഗയക്ഷിക്ക് പ്രിയനാണ്. നിന്നോട് എനിക്ക് തോന്നുന്ന വികാരം പ്രണയമാണ്. ഞാനൊരു വികാര ജീവിയാണ്. ഒരാണിനോടും ഇന്നേ വരെ എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷെ നീ കണ്ട നാൾ മുതൽ നിന്റെ ഈ കണ്ണുകൾ എന്റെ സ്വസ്ഥത തകർക്കുന്നു. ഏത് ഈ കണ്ണുകളോ? എനിക്കൊരു സംശയം, ഇവൻ പേടിക്കുവാണോ അതോ ഇവിടെ നോക്കി ഒലിപ്പിക്കുവാണോ? നിങ്ങൾ ഈ സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എനിക്ക് വേണം നിന്നെ. ഒരു കാമുകിക്ക് അവളുടെ കാമുകൻ എന്ന പോലെ, ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവ് എന്ന പോലെ എനിക്ക് വേണം നിന്നെ.
വാക്ക് തരുന്നു, എന്റെ തന്നെ ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഇനി ഒരു നാളും ഞാനൊരു അന്യപുരുഷനെ കുറിച്ച് ചിന്തിക്കില്ല, സ്പർശിക്കില്ല. പകരം നീയും തരണം എനിക്ക് വാക്ക്. എന്റെ തമ്പുരാൻ കുഞ്ഞിനും ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് ഉണ്ടാകില്ലെന്ന്. ഇത്രയാണ് ആ ഡയറിയിലുള്ള കഥ. ഈ കഥയുടെ ബാക്കി അറിയാൻ വേണ്ടി ഇവരെല്ലാം കൂടെ ആ നാട്ടിലേക്ക് പോകും. അങ്ങനെ ഇവർ ആ കഥയുടെ ബാക്കി അറിയാൻ വേണ്ടി അവിടുത്തെ നാട്ടുകാരോടൊക്കെ ഒന്ന് തിരക്കും. എന്നാൽ അവരാണെങ്കിൽ ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെ ഇവരെ അങ്ങ് ഇഗ്നോർ ചെയ്യും. അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഇവർ ആ മനയിലോട്ട് തന്നെ പോകും. അവിടെ ചെന്നപ്പോൾ ഒരാൾ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്നു. ആരാണ് അയാൾ? பெரியோனே என் ரஹ்மானே, பெரியோனே ரஹீம். ആരടാ നീ? നീ ആരാ? ആരടാ നീ? ഞാൻ മാടൻ കുഞ്ഞ്. മാടൻ കുഞ്ഞോ? ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയോടെ ഇയാളെ കണ്ടല്ലോ. കഥ കേൾക്കാൻ വന്നവരല്ലേ, എന്നിട്ട് കേട്ടോ കഥ. പറഞ്ഞു തന്നോ ഈ നാട്ടിലുള്ളവര്? പറഞ്ഞു തരില്ല. അവളുടെ പേര് കേട്ട ഉടുത്ത മുണ്ടയിൽ ഇരുന്ന് തൂറും. പിന്നെ അങ്ങോട്ട് ഏത് മാഷാണ് നിന്നെ പഠിപ്പിച്ചത്? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. കഥ ഞാൻ പറയാം, പക്ഷെ ചോദ്യങ്ങൾ അത് മാത്രം വേണ്ട. ഇയാളെന്തോന്ന് റേഡിയോയോ? പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. എൻ്റെ വാക്കുകൾ സൂര്യനാണ്. സംശയത്തിന്റെ ഇരുട്ടിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. വിശ്വാസത്തിന്റെ പ്രഭാതം ഒരു സത്യമായി നിങ്ങളെ ഇതെന്താ പടം മാറി മതപ്രഭാഷണമായോ? പുണർന്ന് പുലരുമ്പോഴാണ്. മാഡം പണ്ട് പാസ്റ്റർ ആയിരുന്നെന്ന് തോന്നുന്നു. ഞാനൊരു യാത്രികനാ. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം നായിന്റെ മോനെ. കുറച്ചു മുമ്പേ പറഞ്ഞു താൻ മാടനാണെന്ന്, ഇപ്പൊ പറയുന്നു താൻ യാത്രികനാണെന്ന്. ശരിക്കും താൻ ആരാ? ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്.